നബി പറയാണ്, ഒരാൾ ആഖിറത്തിൽ വരും, അള്ളാഹു അന്ത്യനാളിൽ ഒരാൾ വരും, അയാൾക്ക് നിസ്കാരമുണ്ടാകും, നോമ്പുണ്ടാകും, സക്കാത്ത് ഉണ്ടാകും, മറ്റു പല കാര്യങ്ങളും, ഒരുപാട് നന്മകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ടാകും. അങ്ങനെ ഒരുപാട് ഹസനാത്തുകളുമായി ഒരാൾ ആഖിറത്തിൽ വരുന്നു. എന്നാൽ അതേ മനുഷ്യൻ തന്നെ ഖദ് ശതമഹാദ വ ഖദഫഹാദ വ അകല മാലഹാദ, ഇന്നാലിന്നയാളെ ചീത്ത വിളിച്ചിട്ടുണ്ട്, പരിഹസിച്ചിട്ടുണ്ട്, അവനെ കുറ്റം പറഞ്ഞിട്ടുണ്ട്, അവന്റെ സമ്പത്ത് അടിച്ചു മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും, ഇവൻ പറയപ്പെട്ട ആളുകളെ ഒരുമിച്ച് കൂട്ടും, ഈ പറഞ്ഞ ആളും ഉണ്ടാവും. അവൻ ഒരുപാട് അമലുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് അവന്റെ നന്മകളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ആരെയാണോ ആക്ഷേപിച്ചത് അവർക്ക് വിതരണം ചെയ്യും. ഓരോരുത്തർക്കും അങ്ങനെ വിതരണം ചെയ്യും. അങ്ങനെ അവന്റെ നന്മകൾ തീരും, അത് അവസാനിക്കും. പിന്നീട് എന്നിട്ടും ഇവൻ പരിഹസിച്ചവർ, ഇവൻ ഗീബത്ത് പറഞ്ഞവർ ബാക്കിയാവുകയാണെങ്കിൽ അവരുടെ തിന്മകൾ ഇവൻ ഇട്ടുകൊടുക്കും. അങ്ങനെ ഒന്നുമില്ലാത്തവനായി, എല്ലാം ചെയ്ത് തികഞ്ഞു പോയിട്ട് ഒന്നുമില്ലാത്തവനായി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അവനാണ് മുഫ്ലിസ്. മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് നടക്കുക, അവരെക്കുറിച്ച് മോശമായത് പറഞ്ഞുകൊണ്ടേയിരിക്കുക, എഴുതിക്കൊണ്ടേയിരിക്കുക, അത് ഷെയർ ചെയ്യുക. ഈ ഒരു പ്രവണത എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമ്മൾ മാറ്റിയേ പറ്റൂ. ഇല്ലെങ്കിൽ അവിടെ ആഖിറത്തിൽ നമ്മുടെ കറൻസി, നമുക്ക് ചെലവഴിക്കാനുള്ള സാധനം നമ്മുടെ നന്മകൾ മാത്രമാണ്. അത് കാരണമായി മാത്രമാണ് നമ്മുടെ സ്വർഗം നിശ്ചയിക്കപ്പെടുന്നത്, അള്ളാഹുവിൻ്റെ ലിഖാ നിശ്ചയിക്കപ്പെടുന്നത്. അത് നഷ്ടപ്പെടുത്തുന്ന ഒരു രീതി നമ്മളിൽ നിന്ന് ഉണ്ടാവരുതേ എന്ന് മാത്രമാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അള്ളാഹുവേ നീ തൗഫീഖ് ചെയ്യണേ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.